ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് മോനെ സ്കൂളിൽ പോയ സമയത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്നാക്സ് വരുമ്പോൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലി ഞാൻ സ്നാക്സ് അങ്ങനെ ഓയിലായിട്ടുള്ള സ്നാക്സ് ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല. സ്കൂളിൽ വരുന്ന മക്കൾക്ക് കൊടുക്കാറില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് അവൻ പറഞ്ഞത് കാരണം ഞാൻ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒരു റെസിപ്പി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഒന്ന് ചെയ്യുന്നത് പൊക്കവടയാണ്. നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ആവശ്യമുള്ളത് ഉള്ളി വേണം, അതുപോലെ കറിവേപ്പില, മുഴുവനുള്ള വെളുത്തുള്ളി, തൊലി കളയാത്ത വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലിടുന്നത്, കായപ്പൊടി, കടലപ്പൊടി, മൈദപ്പൊടി, അല്പം അരിപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം, വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് ഉള്ളി, വെളുത്തുള്ളി, 5 പച്ചമുളക്, കറിവേപ്പില, മല്ലിയിലയാണ്. അപ്പോൾ കറിവേപ്പില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട്, ഉള്ളി വലുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് ഇതിന് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി മുഴുവനെ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്, അതായത് തൊലി കളയാതെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ മല്ലിയില, പച്ചമുളക് ഞാനിതിൽ ഫുള്ള് ഇട്ടിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചു. ഞാൻ എരിവ് കൂടുതലായെങ്കിലും വിചാരിച്ചിട്ട് മക്കൾ കഴിക്കുന്നത് കാരണം നല്ലോണം ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിലുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അതെല്ലാം അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തും നമുക്കതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ഇതിൽ 1/4 കപ്പ് മൈദപ്പൊടിയാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ എടുക്കുന്നത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. അതിനുശേഷം ഒരു 1.5 കപ്പ് നമ്മളെ കടലപ്പൊടി അതിട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം എടുക്കുന്നത് കടലപ്പൊടിയാണ്. മറ്റേത് രണ്ടും 1/4 കപ്പാണ്, മൈദപ്പൊടിയും അതുപോലെ തന്നെ അരിപ്പൊടിയും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം. ഇനി ഞാൻ ഇതിലോട്ട് ഇടുന്നത് കായപ്പൊടിയാണ്. നമുക്ക് കായപ്പൊടി ഇല്ലെങ്കിൽ കായം കലക്കി വെള്ളം ഒഴിച്ചെടുത്താലും മതി. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ടൈറ്റിലാണ് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. ലൂസായിട്ടല്ല, അതായത് നമ്മൾ ഉള്ളിവടക്കൊന്നും കുഴക്കുന്നത് പോലെ അത്ര ലൂസ് കൺസിസ്റ്റൻസി അല്ല ഇതിന് വേണ്ടത്. കുറച്ച് ടൈറ്റായിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോഴുള്ള നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുക നമ്മൾ ചുട്ടെടുക്കുമ്പോൾ. ആദ്യം കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കണം ആദ്യം ഇത് എത്ര വെള്ളം ആവശ്യം വരും എന്നുള്ളത്. ഇത് കണ്ടോ, ഇപ്പോൾ അത് കുറച്ച് ടൈറ്റായിട്ടാണ്. ഒന്നും കൂടെ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. ഇത് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുമ്പോൾ തന്നെ അതിനുള്ളിലുള്ള വെള്ളമെല്ലാം ഉള്ളിലത്തെ ഈർപ്പം എല്ലാം ഇറങ്ങിയിട്ട് അത് ലൂസായി കിട്ടും. ഞാൻ നന്നായിട്ടത് കുഴച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായ എണ്ണയിലോട്ടാണ് നമ്മൾ ഈ കുറേശ്ശെ ആയിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. കയ്യിൽ ലേശം വെള്ളം തടവിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടുമില്ലത്. എന്നാൽ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇടുന്ന സമയത്ത് നല്ല ഫ്ലെയിം ഹൈയിലാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഒരു സൈഡ് ആയി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടല്ലോ, അത് അങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പൊക്കവട അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കാം. ഞാനിവിടെ ലേശം സോസ് എടുത്തിട്ടുണ്ട്. ഞാൻ നോർമലി സോസിൻ്റെ ഫാനല്ല, അപ്പോൾ സോസ് ഡിപ്പ് ചെയ്തിട്ടാണ് എല്ലാവരും മക്കളൊക്കെ കഴിക്കാറ്. അപ്പോൾ നോക്കാം നമുക്ക്. ഭയങ്കര ചൂടാണ്, ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ സ്പൈസി ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ മക്കൾ കഴിക്കുന്നത് കാരണമാണ് പച്ചമുളകും മുളക് പൊടി
കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ആണ് കൂടുതൽ ഇഷ്ടമെന്നെങ്കിൽ അതിലേക്ക് ചില്ലി പൗഡറോ അതല്ലെങ്കിൽ മുളകാണെങ്കിലും അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ആ വെളുത്തുള്ളി മുഴുവനുള്ള വെളുത്തുള്ളി അങ്ങനെ കുത്തിയിട്ടുണ്ട്, അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.